ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് വൈകുന്നേരം തൊട്ട് നല്ല മഴയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് പതിവാണല്ലോ, ചില സ്ഥലങ്ങളിൽ പെയ്യും, ചില സ്ഥലങ്ങളിൽ പെയ്യില്ല, അങ്ങനെയാണല്ലോ. ഈ സമയത്തൊക്കെ നല്ല ചൂട് പലഹാരം ഉണ്ടാക്കി കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? പിന്നെ ഒന്നും നോക്കിയില്ല, ഉള്ളിവട ഉണ്ടാക്കാമെന്ന് കരുതി. സവാള അങ്ങോട്ട് എടുത്ത് തൊലിയൊക്കെ കളഞ്ഞ് നല്ല തിന്നായിട്ട് അങ്ങോട്ട് അരിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് നമ്മളങ്ങോട്ട് തിരുമ്മി എടുക്കുക. എന്നിട്ട് കുറച്ചൊരു 10 മിനിറ്റ് നമ്മളൊന്ന് അത് മാറ്റി വെച്ചേക്കണം. ഞാനല്ല ഉണ്ടാക്കുന്നത് കേട്ടോ, അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ അമ്മയാണ്. ഇതാണ് എൻ്റെ അമ്മ, ഇതെൻ്റെ മോൻ റിച്ചൂസാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളത് മൂടി തുറന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ പിഴിഞ്ഞ് കളയണം കേട്ടോ. നല്ല രീതിക്ക് അമർത്തിയിട്ട് അതിൽ വെള്ളമൊക്കെ പിഴിഞ്ഞ് മാറ്റി നമുക്ക് സവാള മാറ്റി വയ്ക്കണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഗുണം എന്താണെന്നറിയുമോ? നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട കഴിക്കാൻ പറ്റും. ഈ വെള്ളമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല തിന്നായി മാറിയാണ് വീണ്ടും സവാള. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അകത്തുനിന്ന് തന്നെ. നല്ല രീതിക്ക് എല്ലാം പിഴിഞ്ഞ് അങ്ങോട്ട് മാറ്റി വയ്ക്കും. എന്നിട്ട് നമ്മൾ ഇനി അതിൻ്റെ അകത്ത് ചേർക്കാൻ പോകുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താ അതിനകത്ത് ചേർക്കുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടായി, അതൊക്കെ അങ്ങോട്ട് നമുക്ക് ഓരോന്നായിട്ടിന് ചേർത്ത് തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് കടലമാവാണ് ആദ്യമായിട്ട് ചേർക്കുന്നത് കേട്ടോ. ആദ്യമായിട്ട് കടലമാവിട്ട് ഇനി മൈദാപ്പൊടി ഇട്ട് കുനുകുനാ അരിഞ്ഞ പച്ചമുളകിട്ട് അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ഇട്ടിട്ട് കറിവേപ്പില അതും കുനുകുനാ അരിഞ്ഞതാണ് കേട്ടോ. ഇതിട്ടിട്ട് ഇത് പെരുംജീരകം കേട്ടോ, ഇത് ആവശ്യത്തിന് ഇട്ടാൽ മതി. ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടി ഇട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. നല്ല രീതിക്ക് നമ്മൾ ഞാവിടി മിക്സ് ചെയ്ത് വയ്ക്കുക. വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി നമുക്ക് ഇതിനകത്തു നിന്ന് തന്നെ വെള്ളം വരും. അപ്പം നമ്മൾ നല്ല രീതിക്ക് ഇത് മിക്സ് ചെയ്ത് വെക്കുക. ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ റെഡിയാക്കാവുന്നേ ഉള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ നേരത്തെ വെച്ച് കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഇനി നമുക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. നമ്മുടെ ഫ്ലെയിം ഓണാക്കി ചീനിച്ചട്ടി വെച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് എത്രയാണോ പാകം അതിനനുസരിച്ചുള്ള എണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് കുറച്ചെടുത്തിട്ട്, വളരെ കുറച്ചെടുത്താൽ മതി, ഒരുപാടൊന്നും എടുക്കണ്ട. കുറച്ചെടുത്തിട്ട് നമ്മൾ അതൊന്ന് ഉണ്ട വരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട്, നമുക്ക് ഷേപ്പ് അറിയാമല്ലോ ഉള്ളിവടയുടെ, ആ ഷേപ്പ് ഒന്ന് ആക്കിയിട്ട് എണ്ണയിലോട്ടിട്ട് കൊടുക്കുക ഓരോന്നായിട്ട്. അപ്പോൾ അതിനകത്ത് നല്ല തിളയ്ക്കും. പിന്നെ ഒരു കാര്യം, ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത് കേട്ടോ, കാരണം കൂട്ടി വെച്ചാൽ നമ്മുടെ അകം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടത്തില്ല. നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ച അകമൊക്കെ നല്ല രീതിക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ തന്നെ ഇടല്ലേ. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു ഫാം ആകുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ, ആ സമയം ആകുമ്പോഴത്തേക്ക് തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ല മുരിഞ്ഞ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതാ നല്ല രീതിക്ക് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി എടുത്ത് മാറ്റുക. നമ്മുടെ രുചികരമായ ഉള്ളിവട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്ന ഉള്ളിവട കേട്ടോ. നല്ല കണ്ടില്ലേ, ഇതാ കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നമ്മുടെ ടേസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വേറെ ആരും അല്ല, റിച്ചൂസ് തന്നെയാണ് ടേസ്റ്റ് ചെയ്തോ. എങ്ങനെയുണ്ട്? സൂപ്പർ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.